കടന്നുകൂടുന്നുണ്ടെങ്കിൽ, നിന്റെ അമലുകളിലൊക്കെ റിയാ കടന്നുകൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില, മുഹൈമിനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നീ നിന്റെ ഇബാദത്തുകൾക്ക് പകരമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, ഒന്നും തേടേണ്ടതില്ല, ഒരു സ്ഥാനവും തേടേണ്ടതില്ല. ഇൻ കുന്ത തത്ലുബു ഇൻദനാ സിമ്മൻസില, നിന്റെ ഇബാദത്തുകളെ കൊണ്ട് ജനങ്ങളിൽ നിന്നാണ് നീ ജനങ്ങളിൽ നിന്ന് സ്ഥാനമാനങ്ങളെ തേടുകയാണെങ്കിൽ, ജനങ്ങളിൽ നിന്ന് പദവികൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ജനങ്ങളിൽ നിന്ന് പ്രശംസ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, ജനങ്ങളിൽ നിന്ന് ധനം ആഗ്രഹിച്ചുകൊണ്ടാണ് നീ അമൽ ചെയ്തതെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും തേടുകയും വേണ്ട. കാരണം നീ ചെയ്ത അമല് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയല്ല. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലേ അത് തരാൻ അള്ളാഹ്ക്ക് ബാധ്യതയുള്ളൂ, പ്രതിഫലം തരാനും സ്ഥാനങ്ങൾ തരാനും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് റിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യുഖാലു ലിമൻ അശ്റക ഫീ അമലിഹി, തന്റെ സൽക്കർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിയ റിയാ വന്ന ആളുകൾ, ശിർക്ക് വെച്ച ആളുകൾ, അഥവാ റിയാ വന്ന ആളുകൾ, അവരോട് പറയപ്പെടും ഖുദ് അജ്റക മിമ്മൻ അമിൽത ലഹു, ആർക്ക് വേണ്ടിയാണോ നീ അമൽ ചെയ്തത് അവനോട് ചോദിച്ചോ നിന്റെ അമലിന്റെ പ്രതിഫലം, ഇവിടൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വിശുദ്ധ ഖുർആൻ ആഖിറത്തിലുള്ള വീട് എന്ന് പറഞ്ഞാൽ അത് നജ്അലുഹ, ആ വീടിനെ നമ്മൾ തയ്യാർ ചെയ്തിരിക്കുന്നു, ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്ക്. ആരാണവർ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതിരിക്കുകയും ഫസാദ് ചെയ്യാതിരിക്കുകയും ചെയ്ത ആളുകളാണവർ. ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾ, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കണം, അംഗീകാരം ലഭിക്കണം എന്ന് കരുതാത്ത ആളുകളും, അങ്ങനെ അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ് റിയാ വന്നുകൂടുക. അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ് റിയാ വന്നുകൂടുക. കാര്യങ്ങളെ വ്യക്തമായി ചിന്തിച്ചാൽ റിയാ വരികയില്ല. ജീവിതം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ഇതിൽ തന്നെ ചെയ്യുന്ന അമലുകൾ റിയാഓട് കൂടിയായാൽ പിന്നെ ഒന്ന് മടങ്ങി വന്ന് അമൽ ചെയ്ത് സ്വർഗത്ത് കടക്കാനൊന്നും കഴിയില്ല. ആ ഒരു ബോധം എല്ലാവർക്കും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാദിബാനി ളാരിയാൻ ഉർസിലാ ഫി സരീബത്തി ഗനമിൻ ബിഅക്സറ ഫസാദൻ മിൻ ഹുബ്ബിൽ മാലി വൽ ജാഹ് ഫി ദീനി റജുലിൽ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, ജാഹിനെയും ജനങ്ങളിൽ നിന്നുള്ള അഭിമാനത്തെയും, ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കൂട്ടത്തിൽ അന്തസ്സുള്ളവനാവണം, ജനങ്ങളിൽ നേതാവാകണം, വലിയ ആളാകണം, ഉലൂവിനെ ആഗ്രഹിച്ചാൽ വേട്ട ശീലിച്ച രണ്ട് ചെന്നായ്ക്കളുണ്ടല്ലോ, രണ്ട് ചെന്നായ്ക്കൾ ഇല്ല, ഉർസിലാ ഫീ സരീബത്തി ഗനം, ആ രണ്ട് ചെന്നായ്ക്കളെ, ആടുകളെ ബന്ധിച്ച തൊഴുത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ടാൽ ബിഅക്സറ ഫസാദൻ മിൻ ഹുബ്ബിൽ മാലി വൽ ജാഹി ഫീ ദീനി റജുലിൽ മുസ്ലിം, ആ രണ്ട് വേട്ട ശീലിച്ച നായ്ക്കൾ, ചെന്നായ്ക്കൾ ആട്ടിൻ കൂട്ടിലേക്ക് കടന്നു ചെന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ദീനിൽ, അവന്റെ ജാഹ് കൊണ്ടും മാലിനോടും ജാഹിനോടുമുള്ള അവന്റെ ആഗ്രഹം വന്നാൽ
അവന്റെ ദീനിൽ ഫസാദാകുന്ന അത്ര ഈ രണ്ട് ചെന്നായ്ക്കൾ ആട്ടിൻ കൂട്ടത്തിൽ നഷ്ടം വരുത്തുകയില്ല. വേട്ട ശീലിച്ച രണ്ട് ചെന്നായ്ക്കൾ തൊഴുത്തിൽ അടക്കപ്പെട്ട ആട്ടിൻ കൂട്ടത്തിലേക്ക് അവയെ അഴിച്ചുവിടപ്പെട്ടാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ധനത്തോടും അഭിമാനത്തോടും നേതൃത്വത്തോടും അധികാരത്തോടും ആഗ്രഹം തോന്നിയ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ദീനിൽ അവൻ ആ ആഗ്രഹം എത്രമാത്രം കേടുവരുത്തുമോ, അങ്ങനെ ആഗ്രഹമുള്ള ആള് അവന്റെ ദീനിൽ എന്തുമാത്രം കോട്ടം വരുത്തുമോ അത്ര കോട്ടം ഈ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടിൽ നടത്തുകയില്ല. അപ്പൊ ഇത് റിയാ വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരത്തെ ആഗ്രഹിക്കലാണ്, ജനങ്ങളുടെ ഇടയിലുള്ള പ്രശംസയെ ആഗ്രഹിക്കലാണ്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് അന്തസ് വേണം എന്നാഗ്രഹിക്കുമ്പോഴാണ്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് സമ്പത്താണ്. ഇങ്ങനെ ദുന്യവിയായ ലൗകികമായ നശ്വരമായ താൽക്കാലികമായ ഇത്തരം ആഗ്രഹങ്ങളെ അകറ്റി നിർത്തിയാൽ എല്ലാം ലില്ലാഹിക്ക് വേണ്ടിയാകും, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് അബദ്ധങ്ങളെ അള്ളാഹു അഫ്വ് ചെയ്ത് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന അമലുകളിൽ റിയാ, ഉജ്ബ് പോലുള്ളതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ലോകമാന്യം പോലുള്ളവയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കിബറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഹസദിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇതുപോലുള്ള മാനസികമായ അമലുകളെ പൊളിച്ചു കളയുന്ന സകല ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്രയും നമ്മുടെ ജീവിതത്തിൽ തടവില്ലാതെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൽമു കൊണ്ടും ഈമാന് കൊണ്ടും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ഇൽമുകൾ അള്ളാഹു നാഫിആക്കി തരട്ടെ. ജീവിക്കൽ ഖൈറാകുന്നത്രം ഇസ്സത്തോടെ റാഹത്തോടെ പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കടങ്ങളെ അള്ളാഹു വീട്ടി സലാമത്തിലാക്കി തരട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മരക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദോടെ നമ്മുടെ അവസാന ശ്വാസങ്ങളെ അള്ളാഹു അവസാനിപ്പിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. നന്ദിയൊന്നും പിന്നെ സൽമാൻ അതിനോട് പറഞ്ഞില്ല. ഏതായാലും ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കാം. പിന്നെ അതുപോലെ ഇനി നിങ്ങൾക്ക് PM വരും, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മറ്റു ആളുകളിൽ നിന്നും റൂമിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് 150 51 ഐഡിയിലപ്പുറം റൂമിൽ കയറാൻ പറ്റൂല. അങ്ങനെ പ്രശ്നം വരുന്നവർക്ക് പരിഹാരമായിട്ട് ഓക്കെ സൽമാൻ അസരിക്ക് ഒന്നല്ല 1000 നന്ദി. ഇപ്പൊ ന്യൂസിലാൻഡിൽ നിന്നും അപ്പൊ അങ്ങനെ വരുന്നവർക്ക് താഴെ നമ്മുടെ രണ്ടാമത്തെ റൂമുണ്ട്. ഇവിടെ നടക്കുന്ന സെയിം പരിപാടി അങ്ങോട്ട് ബ്രോഡ്കാസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഴിയാത്തവർ അവിടെ ഇരിക്കണം എന്ന് പറയുന്നു. പല ആളുകൾക്കും PM വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രത്യേകമായി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് സൗദി എന്താണ് ഷാദുലി കോരോത്ത് മൈക്കെടുക്കട്ടെ. താഴെയുണ്ട് നമ്മുടെ സാധാരണ രണ്ടാമത്തെ റൂം. കാരണം 151 ഐഡിയിലപ്പുറം ബൈലക്സിൽ ക്ലാസ് റൂമിൽ കയറാൻ പറ്റുന്നില്ല ഇന്ന് മുതൽ. അത്രേ കഴിയുമെന്നാണ് അവര് ഹെൽപ്പ് റൂമിലൊക്കെ പോയപ്പോൾ അറിയിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സെയിം പരിപാടി തന്നെ അവിടെ
ബ്രോഡ്കാസ്റ്റ് നടക്കുന്നുണ്ട് എന്നറിയിക്കുന്നു. ഷാദുലി കോരാത്ത് മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാദുലി കോരാത്ത്. ഇപ്പോൾ നല്ല ഇസ്ലാമിക് ക്ലാസ് റൂം, നല്ല ക്ലാസ്സാണ്. പക്ഷേ ഇപ്പോൾ ക്ലാസ് എടുത്ത് അവസാനിപ്പിച്ച ആള് ഉസ്താദ് തുടക്കം മുതൽ അവസാനം വരെ നല്ലോണം പറഞ്ഞു, ഉപദേശമൊക്കെ നൽകി. പക്ഷേ TV കാണുന്നതിനെ പറ്റിയും മറ്റും ലജ്ജയെ പറ്റിയും സംസാരിച്ചു. അതൊരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആ ലജ്ജയെ പറ്റിയും സംസ്കരണത്തെ പറ്റിയും നന്മയെ പറ്റിയും പ്രതിപാദിക്കുമ്പോൾ ഒരു ഭാഗത്ത് ചാനലിന്റെ വക്താക്കളാവുകയും ചാനലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രസംഗത്തിന് എന്ത് ആവശ്യകതയാണ് ഉള്ളത്? കുടുംബം ഒന്നായിട്ട് കാണുമ്പോൾ ചാനലിന്റെ ലജ്ജയെ പറ്റി സംസാരിച്ചു, ഒരു ഭാഗത്ത് ചാനൽ തുടങ്ങുകയും ചെയ്തു. അസ്സലാമു അലൈക്കും. അസ്ഹർ ഉസ്താദ് ഇല്ല അവിടെ? ഏത് ചാനലാണ് ഇയാൾ പറയണത്? അസ്ഹർ ഉസ്താദ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ? അസ്ഹർ ഉസ്താദ് എവിടെ? ഉസ്താദ് ഞാൻ റൂമിൽ പോയോ? ഓക്കെ, ഉസ്താദ് മൈക്ക് എടുക്കും. ഉസ്താദ് തന്നെ മറുപടി പറയണ്ടേ, കാരണം ഉസ്താദ് പറഞ്ഞ വിഷയത്തിന് മറുപടി ഉസ്താദ് പറയണ്ടേ. ഉസ്താദ് മൈക്കിൽ വരിക. ഉസ്താദ് ചാനൽ തുടങ്ങിയിട്ടില്ല, പക്ഷെ ദർശന ചാനലിന്റെ വക്താക്കൾ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേറെയും കുറെ ചാനലില്ലേ? വേറെ കുറെ ചാനലില്ലേ? മൂപ്പര പ്രശ്നം ചാനൽ തുടങ്ങിയതല്ല. മൂപ്പര പേരിൽ ഒരു TV ഉണ്ട്, അത് ഒഴിവാക്കാൻ മൂപ്പർക്ക് പറ്റൂല. പ്രശ്നം കിടക്കുന്നത് അവിടെയാണ്. നമ്മളെ പെരയിലുള്ള TV കാണാനും നമ്മളെ മക്കൾക്ക് സീരിയൽ കാണിച്ചു കൊടുക്കാനും നമ്മളെ മക്കൾക്ക് സിനിമ കാണിച്ചു കൊടുക്കാതിരിക്കാനും നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് തന്നെ അത് കാണണം. അതാണ് പ്രശ്നം. കേസ് അവിടെയാണ് കിടക്കുന്നത്, അല്ലാതെ ദർശനൊന്നും അല്ല പ്രശ്നം. പിന്നെ ദർശന ചാനല് എന്ന് പറഞ്ഞൊരു ചാനല് മാത്രമൊന്നുമല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ വേറെ ഒരുപാട് ചാനലുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷേ ഈ ക്ലാസ് എടുക്കാൻ എന്തുകൊണ്ടും എനിക്ക് യോഗ്യത ഉണ്ട്. അത് ഞാൻ റിയാവിന് വേണ്ടി പറയല്ല. ഞാൻ മറ്റുള്ള ആളുകൾക്ക് ഇത് തുടരാൻ കഴിയുമെങ്കിൽ അവർ തുടരട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടി പറയാണ്. എന്റെ വീട്ടിൽ ഞങ്ങൾ 8 ആൺമക്കളുണ്ട്. അതിലെന്റെ മൂത്ത ജ്യേഷ്ഠൻ മരണപ്പെട്ടു. ബാക്കി 7 ആളുകൾ ഇപ്പോഴുണ്ട്. 2 സഹോദരിമാർ, ഞങ്ങൾ 5 ആൺമക്കളാണ്. അതിൽ ഞാൻ മാത്രമേ മൂല്യരുള്ളൂ. എന്റെ വലിയ ജ്യേഷ്ഠൻ മിലിറ്ററി ആയിരുന്നു. താഴെയുള്ള ജ്യേഷ്ഠൻ ഗൾഫിലാണ്. മറ്റുള്ള 2 ആളുകൾ ഗൾഫിലാണ്. മറ്റുള്ള ആളുകൾ ഡ്രൈവർമാരാണ്, സാധാ ഡ്രൈവർമാര്. പക്ഷേ ഞങ്ങൾ ഒരു വീട്ടിലാണ് ഇന്നും താമസിക്കുന്നത്. എന്റെ വീട്ടിൽ TV എന്ന് പറയുന്ന സാധനം ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാത്തത് കൊണ്ടല്ല, വരാൻ സാധിക്കാത്തത് കൊണ്ടല്ല. പിന്നെ എന്റെ വീട്ടിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾ, എന്റെ സഹോദരങ്ങൾ, എന്റെ ജ്യേഷ്ഠനാണൊന്ന്, എന്റെ അനുജനാണൊന്ന്, അവർ പോലും TV നമുക്ക് വേണ്ട എന്ന നിലപാടുകാരാണ്. മക്കൾ അടക്കാവുന്നു. ഈ വിഷയത്തിൽ എന്റെ കാഴ്ചപ്പാട് എന്താണോ അതേ കാഴ്ചപ്പാട് തന്നെ, അതിന്റെ ഗൗരവം ശരിക്കും ഉൾക്കൊണ്ട ആളുകളാണ് എന്റെ വീട്ടിലുള്ള സാധാരണക്കാർ. എന്റെ ഉപ്പ, എന്റെ ഉമ്മ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്, എനിക്കതിന് പറയാനുള്ള അവകാശമുണ്ട്. ചോദിച്ച ആൾക്ക് ദർശന ചാനൽ തുടങ്ങിയതല്ല മൂപ്പര പ്രശ്നം. ഇവരിപ്പോ ഈ പറയുന്ന ദർശന ചാനൽ എന്ന് പറയണ്ടോ? സത്യത്തിൽ ഇവര് സമസ്തന്റെ ചാനലാണൊക്കെ ഇവര് പറയണം. ഞാൻ ആ സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഇവരാണെങ്കിൽ അത് അതിന്റെ മുന്നിൽ എണീക്കണമില്ല.
എന്നിട്ട് ഇവർ അതിനെ ആക്ഷേപിക്കുന്നു, കാണാത്ത നമ്മളെ ആക്ഷേപിക്കുക, ഇവരതിന്റെ മുന്നിൽ എണീക്കണില്ല. പിന്നെ മാത്രല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ചാനൽ തുടങ്ങിയതായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സമസ്ത ഒരു ചാനൽ തുടങ്ങിയാൽ അത് SSFകാരല്ല പറയേണ്ടത്. സമസ്ത ഒരു പത്രം തുടങ്ങിയാൽ അത് വഹാബികളല്ല പറയേണ്ടത്. സമസ്ത ഇൻഷാ അല്ലാഹ് സുപ്രഭാതം തുടങ്ങാൻ പോകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമസ്തന്റെ ആലിമീങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 85ാം വാർഷികത്തില് സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രം സമസ്തന്റെ പത്രമാണെന്ന് നിങ്ങൾ തുടങ്ങുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിന് അംഗീകരിച്ചു, അന്ന് തുടങ്ങാനും ഇന്ന് വരിക്കാരാവുക, ഇത് നമ്മൾ മറുപടി പറയും. പക്ഷേ ചാനൽ, ദർശന ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ സമസ്തയോ കീഴ്ഘടകങ്ങളോ തുടങ്ങിയതായിട്ട് സമസ്തയുടെ ഔദ്യോഗികമായി ഒരാളും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തൗവലല്ലാഹു ഉംറ മഹാനവർകൾ പറഞ്ഞു സമസ്തക്ക് ഒരു ചാനലും ഇല്ല. എന്നിട്ട് പിന്നെ എന്താണ് സമസ്തന്റെ ചാനൽ ആക്കാൻ നിങ്ങൾക്ക് ഇത്ര താല്പര്യം? ആ ചാനൽ നിങ്ങൾക്ക് കാണല് ഹലാലാക്കാനോ? പിന്നെ മറ്റൊരു കാര്യം, ഈ ചാനലിന് അല്ല നമ്മളെതിര്, ചാനലിന് എതിരല്ല നമ്മൾ. ഇപ്പോ ആധുനിക പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ വിധി പറയേണ്ട ആളുകൾ. ഈ ടിവിയെ കുറിച്ചും അതുപോലെ തന്നെ ചാനലിനെ കുറിച്ചുമൊക്കെ ഇവരോട് ചോദിച്ചപ്പോ, പണ്ഡിതന്മാരോട് മസ്അല ചോദിച്ചപ്പോ അതിനവര് മറുപടി പറഞ്ഞത്, ഇപ്പോ ഈജിപ്ഷ്യൻ പണ്ഡിതനായ ഷഹറാവിയൊക്കെ അതിന് മറുപടി പറഞ്ഞത്, ഷഹറാവി ഇവിടെ ഒരു ഫത്വ എന്റെ കയ്യിൽ ഉണ്ട്, ആ ഫത്വയിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ, ആധുനിക പണ്ഡിതന്മാരാണ്, അവരെന്നെയാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. അവര് പറഞ്ഞ മറുപടി, ഒരുപാട് നന്മകൾ അതിലുണ്ട്. ചാനലിനെ അടച്ചാക്ഷേപിക്കുന്നില്ല ആരും, അത് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് കള്ള നാണയങ്ങളെ ലൈവായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്. നാട്ടിലുള്ള വാർത്തകൾ, ലോക വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതിലൊന്നും വിരോധമല്ലല്ലോ, അതിനൊന്നും നമ്മൾ എതിരല്ലല്ലോ. പക്ഷെ അതിൽ നിന്നുള്ള മോശമായ കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്ന, നമ്മുടെ കുട്ടികളെ ചീത്തയാക്കുന്ന, ലജ്ജ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ശറഅ് അംഗീകരിക്കാത്ത കാര്യങ്ങൾ അതിൽ ഉണ്ട്. അത് ഉപയോഗിക്കാതിരിക്കുക. അഥവാ ടി വി വാങ്ങിയ ആളുകൾ, ടി വി വീട്ടിലുള്ള ആളുകൾ ടി വി പാടെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രായോഗികമായ ഒരു തീരുമാനമല്ല, അല്ലെങ്കിൽ പ്രായോഗികമായ ഒരു കാര്യമല്ല, അതൊന്നും നടക്കണ കാര്യമല്ല. പിന്നെയോ ടി വി ഉള്ള ആളുകൾ അതിന്റെ നന്മയെ ഉപയോഗപ്പെടുത്തുക. കുട്ടികളുടെ കയ്യിൽ റിമോട്ട് കൊടുത്ത്, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണുകയും അവരുടെ സ്വാതന്ത്ര്യത്തിന് അത് വിട്ടുകൊടുക്കുകയും ചെയ്യാതിരിക്കുക. റിമോട്ട് ഉമ്മാന്റെ കയ്യിലായിരിക്കുക. റിമോട്ട് എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന സാധനം മാത്രം എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ ടി വിയിൽ എന്ത് പരിപാടികൾ കാണണം, ടി വിയിൽ എന്ത് പരിപാടികൾ കുട്ടികൾ കാണരുത്, ഇത് തീരുമാനിക്കേണ്ട ആളുകൾ ഉമ്മയും ഉപ്പയുമായിരിക്കണം. അതിനവർക്ക് കണിശമായ നിർദ്ദേശം, അതിൽ കാർക്കശ്യമുള്ളവരായിരിക്കണം. മാത്രമല്ല ടൈം നിശ്ചയിക്കണം, പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന സമയം. അതുപോലെ കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യമുള്ള, ഇപ്പോ പ്രത്യേകിച്ച് SSLC പരീക്ഷ പോലെയുള്ള സമയങ്ങളിലൊക്കെ കുട്ടികളുടെ പഠന സംബന്ധിയായ ക്ലാസുകളൊക്കെ പല ചാനലുകളിലും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചില ചാനലുകളിൽ മതപരമായ ക്ലാസുകൾ നടക്കാറുണ്ട്. അതിന്റെയൊക്കെ ടൈം, ഇതൊക്കെ പിന്നെ ഫിക്സ്ഡ് ടൈമാണല്ലോ, എല്ലാത്തിനും നിശ്ചയിക്കപ്പെട്ട ടൈമുകളുണ്ട്. ആ ടൈമിൽ അത് കുട്ടികൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അനാവശ്യമായത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാതെ അവർ അതിൽ നിന്ന് പിന്മാറ്റുകയും ടി വിയുടെ കാര്യം, ഇതിന്റെ നിയന്ത്രണം രക്ഷിതാക്കൾ ഏറ്റെടുക്കുകയും ചെയ്യാം. ഇതാണ് അതിന് പരിഹാരമുള്ളൂ, അതിന് മാർഗമുള്ളൂ. അത്രേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. സാധാരണ പോലെ എന്റെ വീട്ടിലും ടി വി ഇല്ല, എന്റെ വീട്ടിലും ടി വി ഇല്ല. അള്ളാഹു ഖൈറാക്കട്ടെ, ആമീൻ. പക്ഷെ ഞാനിപ്പോ ഗൾഫിലുള്ള റൂമിന്റെ ഫ്ലാറ്റില് ടി വി ഉണ്ട്.
അപ്പൊ നിങ്ങള് ഉസ്താദ് പ്രസംഗിച്ചതിന്റെ പിന്നെ ലജ്ജയെ പറ്റി ടി വിയെ പറ്റി സംസാരിച്ചു. അങ്ങനെ അത് പാടില്ല എന്ന നല്ല നസീഹത്ത് പ്രസംഗിച്ചു. പക്ഷേ ഞാൻ പറയുന്നത് അതിന്റെ വക്താക്കൾ തന്നെയല്ലേ ഇത് ഈ ചാനൽ സത്യധാര ക്രിയ സംഗമിന്റെ ചെയർമാൻ സാദിഖ് തങ്ങൾ മറ്റെല്ലാം സംസ്ഥയുടെ ബന്ധപ്പെട്ട ആൾക്കാരല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, സമസ്തക്ക് ചാനലില്ല. സമസ്തക്ക് ചാനലില്ല എന്ന് പറഞ്ഞു. ഞാൻ സമസ്തയുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഞാൻ സംസാരിക്കുന്നത്. ഇത് സമസ്തയുടെ ഒരു ദഅവ വിങ്ങാണ് KICR എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ വ്യക്തികൾ ഇനിയിപ്പോ സമസ്തയുടെ അനുഭാവികളോ അതല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കളിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ ഷെയറുണ്ട്, സ്വകാര്യ ചാനലിൽ ഷെയറുണ്ട് എന്ന് കരുതിക്കോളൂ. എങ്കിൽ ആ ചാനൽ സമസ്തൻ്റെതാവുമോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇതേ ചാനലിന് തന്നെ ആശംസ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ആശംസ അറിയിക്കുന്നുണ്ടല്ലോ പരസ്യമായിട്ട്, മുസ്ലിങ്ങൾക്ക് ഒരു ചാനൽ വേണം, ഇത് നല്ല ചാനലാണ്, ഉഷാറാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ. അതിന്റെ എന്ന് കരുതി ആ ചാനല് AP വിഭാഗത്തിന്റെ ചാനലാണ് എന്നും അത് ഇസ്ലാം അംഗീകരിച്ച എല്ലാ കാര്യങ്ങളുമാണ് അതിൽ നടക്കണമെന്നൊക്കെ അതിനർത്ഥമുണ്ടോ? ഇല്ല. ദർശനയായാലും വേണ്ടില്ല, ഏഷ്യാനെറ്റ് ആയാലും വേണ്ടില്ല, ഏത് ചാനലായാലും വേണ്ടില്ല, ഹറാം ആണ് അതിൽ നടക്കുന്നതെങ്കിൽ ഹറാം തന്നെയാണ്. ഹലാലായ കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് ഹലാലായിട്ട് ഉപയോഗിക്കും ചെയ്യാം. മനസ്സിലായല്ലോ? പിന്നെ സമസ്തന്റെ ചാനലാണെന്ന് പറയരുത്. സമസ്തയുടെ ചാനൽ അല്ല, സമസ്തക്കൊരു ചാനൽ ഇല്ല എന്ന് ചെറുശ്ശേരി ഉസ്താദ് പറയുമ്പോ പിന്നെ സമസ്ത ആനക്കാരൻ വന്നിട്ട് ഇത് സമസ്തന്റെ തന്നെയാണ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള സതുദ്ദേശം എനിക്ക് വ്യക്തമാകുന്നില്ല. മൈക്ക് റിലീസ്. നിങ്ങൾക്കിപ്പോ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇല്ലേ? ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഉണ്ട്. പിന്നെ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈ ക്ലാസ് എടുക്കാൻ പറ്റൂല എന്നാണോ നിങ്ങളെ വാദം? എങ്കിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇതുവരെ ഒരു ചാനൽ നടത്തിയിട്ടില്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഇത് സമസ്തയുടെ ഒരു ദഅവ വിങ് ആണ്. ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും ഒരു ചാനൽ ഇല്ല. പിന്നെ എന്തുകൊണ്ട്? ഇനി അതിപ്പോ സമസ്തയുടെ അനുഭാവികളായ ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, പല തെറ്റുകളും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഇനി ചാനൽ എന്ന് പറയുന്നതിൽ ഷെയർ കൂടുതൽ തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പണ്ഡിതന്മാർ വിധി പറയട്ടെ, ചാനലിന് ഷെയർ കൂടുതൽ തെറ്റാണെന്ന് അവർ വിധി പറയട്ടെ. അപ്പൊ നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം. വെറുതെ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചാനലിന് ഷെയർ കൂടുതലും ചാനലും പിന്നെ തെറ്റാണ് എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ വിധി പറയട്ടെ. പിന്നെ മാത്രമല്ല, ചാനലിൽ വരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, വാർത്തകൾ. ഒരു മിനിറ്റ്. തസവൂഫിനെ തന്നെ പണ്ഡിതന്മാർ തസവൂഫിനെ കുറിച്ച് പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞു തരാം. ഒരു മിനിറ്റ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ മൈക്കിൽ വന്നോളി. ഒരു മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹം പോയിട്ടുണ്ടാവും. ആ പറഞ്ഞ നേരത്തെ ചോദ്യം ചോദിച്ചാൽ പോയി. ഇൻഷാ അല്ലാഹ് ഏത് സംഗതിയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ രേഖാമൂലം മാത്രം സംസാരിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും വെറുതെ വായിൽ വരുന്നത് പറയുകയല്ല എന്ന് മറ്റു ആളുകൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അതിന് സത്യാവസ്ഥ അറിയാം. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിന് ശേഷം നൂർ ഫൈസ് ഉസ്താദിന്റെ PM മറുപടി ഉണ്ട്. ഉസ്താദ് എത്തിയിട്ടുണ്ട്.
ഇപ്പോ മദീന SKSF അദ്ദേഹം പോയിട്ടൊന്നുമില്ല, അദ്ദേഹം നമ്മുടെ ക്ലാസ് റൂമിലുള്ള സ്ഥിരം ശ്രോതാവാണ്. പിന്നെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു, മദീന SKSF ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പോ തസവ്വുഫ് സ്വീകരിച്ച ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, സൂഫി എന്ന് പറയാ അല്ലെ. സൂഫി എന്ന് പറഞ്ഞാൽ എന്താ, തസവ്വുഫ് കൈക്കൊണ്ട ആള് എന്ന് പറയും. തസവ്വുഫ് കൈക്കൊണ്ട് തസവ്വുഫിന്റെ മേഖലയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ആളൊരു സൂഫിയാണ് എന്ന് പറയാം. ഇസ്ലാമിൽ സൂഫി എന്നൊരാളെ പറയുമ്പോൾ അത് അങ്ങനെയുള്ള ആളുകളെയാണ് പറയാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ സൂഫി ആരാണ് എന്ന് പറയുന്നുണ്ട്. അസ്സൂഫിയു അഥവാ തസവ്വുഫ് ഉള്ള ആൾ, സൂഫി എന്ന് പറയുന്ന ആൾ, മൻ സ്വഫാ ബാത്തിനഹു വലാഹിറഹു ബിമുതാബഅതി കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മദീന SKSF സൂഫി എന്ന് പറഞ്ഞാൽ അവന്റെ ബാത്തിനും ലാഹിറും കടഞ്ഞെടുത്തവനായിരിക്കണം. ബിമുതാബഅതി കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഖുർആനിനോട് പിന്തുടർന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് പിന്തുടർന്നുകൊണ്ടും. അങ്ങനെ പറയുമ്പോൾ എന്താണ് തസവ്വുഫ് എന്ന് ചോദിക്കുമ്പോ, ആരാണ് സൂഫി എന്ന് ചോദിക്കുമ്പോ, ശരീഅത്ത് അനുസരിച്ച ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വർജിക്കുകയും ചെയ്ത് ആന്തരികവും ബാഹ്യവുമായി ശരീഅത്തിന്റെ വിധിവിലക്കുകളെ അനുസരിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾ, ഇവനാണ് സൂഫി എന്ന് പറയാം. അപ്പൊ തസവ്വുഫ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ നഹികളെയൊക്കെ വിരോധിക്കുകയും മാറ്റി നിർത്തുകയും അതൊക്കെ വർജിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ്, ആ മേഖലക്കാണ് തസവ്വുഫ്, ആത്മീയത എന്നൊക്കെ പറയാം. അത് നമ്മുടെ ജീവിതത്തിന്റെ മിൻ ഔവൽ ഇല ആഖിർ തൊട്ടു നിൽക്കുന്നതുമാണ്. ഒരിക്കലും ഇതിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാൻ ശറഅ് അനുവദിക്കുന്നില്ല. മുക്കല്ലഫായ ഒരാൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ശറഅ് അനുവദിക്കുന്നില്ലല്ലോ. അപ്പോ ഒരു മനുഷ്യന്റെ 24 മണിക്കൂറും അയാൾ ഇതിൽ തസവ്വുഫിൽ തന്നെ ആകണം. അയാളുടെ നിഹിത മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് തസവ്വുഫ്. അല്ലാതെ അതൊരു പുതിയൊരു സംഭവമൊന്നുമല്ല, അത് മറ്റൊരു ദീനിന്റെ ഒന്നും പുറത്തുള്ള ഒരു പ്രത്യേക ഒരു സാധനമൊന്നുമല്ല, നമ്മുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റി കിടക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് തസവ്വുഫിന്റെ മേഖലയിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കിതാബാണല്ലോ അദ്കിയ. ഞാൻ അദ്കിയയെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അദ്കിയയാണ് നമ്മുടെ മൂലഗ്രന്ഥം. പിന്നെ അദ്കിയയെ വ്യാഖ്യാനിച്ച ശാരിഹ്യങ്ങളുടെ വാക്കുകളും അവരുദ്ധരിച്ച കിതാബുകളുടെ ഉദ്ധരണികളും ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ആധാരം. അദ്ദേഹം തസവ്വുഫിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്രം രചിച്ചൊരു ഗ്രന്ഥമാണ് അദ്കിയ, ലോക പ്രശസ്തമാണ്. ഈ അദ്കിയയിൽ തന്നെ അദ്ദേഹം പറയുന്ന ഹെഡിങ്ങുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ ഹെഡിങ്ങുകളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളുമാണ്. ഇഖ്ലാസ്, ഹിഫ്ളുൽ ഔഖാത്ത്, അതുപോലെ തന്നെ തവക്കുല്, മുഹാഫദത്ത് അലസുനൻ, തഅല്ലുമുൽ ഇൽമി ശർഈ തുടങ്ങിയ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും. ഇനി ഇതിപ്പോ ഞാൻ തുടക്കത്തിലുള്ള ഇത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. പിന്നെ ആദാബ്, ഖുർആൻ ഓതുന്നവന്റെ മര്യാദകള്, സ്വലാത്തുൽ ളുഹ, തസ്ഹീഹുൻ നിയ്യത്തി ബിൽ ഇൽമി, അലാമത്തു മൻ യഖ്സുദു തഅല്ലും തുടങ്ങി, അതേപോലെ അലാമത്തു ഉലമാഇൽ ആഖിറ, ആദാബുൽ മുതഅല്ലിമ്, ആദാബുൽ അഖിൽ, കണ്ടോ ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള മര്യാദകള് തുടങ്ങി എല്ലാ ആദാബുൻ നോമ്, ഉറങ്ങിനോടത്തുള്ള മര്യാദകള്. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പൊ ഉറക്കം പോലും തസവ്വുഫുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ഏത് മേഖലയും, അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അത്ര വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും.
അതെ അതെ, ആ ചോദ്യമാണ് നിങ്ങൾ മൈക്കിൽ ചോദിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ വന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഷെയ്ഖ് ഇല്ലാതെ തസവൂഫ് പറ്റുമോ? തസവൂഫിൽ കടക്കാൻ പറ്റുമോ? ഷെയ്ഖ് എന്നത് അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു പോയതാണ്. ഞാനിപ്പോ അതൊക്കെ തന്നെ ഞാൻ ആവർത്തിക്കാണ്. ഷെയ്ഖ് എന്നത് അത്യാവശ്യമാണ്. ഷെയ്ഖ് വേണം. മുറബിയായ ഒരു ഷെയ്ഖിനെ ഒരു ഷെയ്ഖിന്റെ തെർബിയത്തില് ആണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഉണ്ടാകും. ഇനി ഒരാൾക്ക് ഷെയ്ഖ് ഉണ്ടായില്ല നിൽക്കുക, ഒരാൾക്ക് ഷെയ്ഖിനെ കിട്ടിയില്ല എന്ന് കരുതി അയാൾ നരകത്തിലാണെന്നൊന്നും പറയാൻ പറ്റൂല. ഒരാൾക്ക് ഷെയ്ഖിനെ കിട്ടിയില്ല, ഷെയ്ഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതി അയാൾ നരകത്തിലാണെന്നൊന്നും പറയാൻ പറ്റൂല. എങ്ങനെയാ പറയാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും അള്ളാഹുവിന്റെ ഖുർആനും അനുസരിച്ചുള്ള ജീവിതമാണ് ഏത് തരീഖത്തായാലും അതിന്റെയൊക്കെ താല്പര്യം അതാണല്ലോ. ഏത് ഷെയ്ഖിന്റെയും ഒരു മിനിറ്റ്, അതാണ് ഇപ്പോൾ ഉള്ള വിഷയം. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് പിന്നെയും വരേണ്ടി വരുന്നത്. അതാണ് അത് ഞാൻ തുടക്കം മുതൽ നമ്മളെ ക്ലാസ് കേട്ടു പോരാത്തത് കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടാണത്. ഇപ്പോ ബഹുമാനപ്പെട്ട അതിക്ക് നമുക്ക് കാണാൻ കഴിയും. ഏത് ത്വരീഖത്തായാലും ഏത് ഷെയ്ഖായാലും എല്ലാ മശായിഖന്മാരുടെയും ത്വരീഖത്ത് അത് ഖുർആനിനോടും ഹദീസിനോടും അടിസ്ഥാനപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതാണല്ലോ അടിസ്ഥാനം. അപ്പോ ഒരാൾക്ക് ഷെയ്ഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതി, ഷെയ്ഖിനെ മുറബിയായ ഒരു ഷെയ്ഖിനെ അയാൾക്ക് കിട്ടിയില്ല എന്ന് കരുതി അയാൾ നരകത്തിലാണെന്നൊന്നും പറയാൻ പോണ്ട. അതൊന്നും പറയാൻ പറ്റൂല. ഇയാളുടെ ജീവിതം നമ്മുടെ മുന്നിൽ ശരീഅത്തിന്റെ ഇൽമില്ലേ, ശരീഅത്തിന്റെ ഇൽമുണ്ടല്ലോ, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഉലമാ ഇല്ലേ, ഉലമാ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും വർജിക്കേണ്ട കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കിതാബ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അതനുസരിച്ച് ജീവിക്കണം, അതനുസരിച്ച് തന്നെ ജീവിക്കണം. എന്നിട്ട് ഒരാൾക്ക് പിന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് പിന്നെന്തിനാ? സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക, ധാരാളം സ്വലാത്ത് ചെല്ല, കണക്കില്ലാതെ സ്വലാത്ത് ചെല്ല. സ്വലാത്ത് അധികരിപ്പിക്കുമ്പോ ആ ആൾക്ക് തെറ്റിലേക്ക് പോകാൻ കഴിയില്ല. ആ സ്വലാത്ത് തന്നെ ഒരു മുറബിയായി മാറും. മദീന എസ്കേസ് കേൾക്കുന്നുണ്ടോ? ഷെയ്ഖിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരാൾക്ക് ഷെയ്ഖിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സാധിച്ചിട്ടില്ലെങ്കിൽ, അയാൾക്ക് പണ്ഡിതന്മാർ പറഞ്ഞ മാർഗമാണ് അയാൾ സ്വലാത്ത് അധികരിപ്പിക്കട്ടെ. സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേക കാരണമുണ്ട്. സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മേൽ വെളിവാക്കപ്പെടും, സ്വലാത്ത് ചൊല്ലിയ ആളടക്കം വെളിവാക്കപ്പെടും. ഹദീസല്ലേ, സ്വഹീഹല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തർബിയത്ത് അയാൾക്ക് ലഭിക്കും. അഥവാ ഈ സ്വലാത്ത് തന്നെ അയാൾക്കൊരു മുറബിയായി മാറും. ഇനി പിന്നെ ഷെയ്ഖ് വേണം എന്ന് കരുതി ഏതെങ്കിലും ഷെയ്ഖാണെന്ന് പറയുന്നവനെ ഒക്കെ പോയി പിടിക്കാൻ പോയാൽ അത് കയറാണെന്ന് കരുതി എട്ടുകാലി വലമേൽ തൂങ്ങി മരം കയറുന്നവന്റെ ഗതി വരും. ഊരമുറി കയറാണ് എന്ന് കരുതി എട്ടുകാലി വലയെ പിടിച്ചവന്റെ സ്ഥിതി വരും. മരത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് ഒരാള്, താഴെ ഇറങ്ങണമെങ്കിൽ അയാൾക്ക് കയറ് വേണം. കയറ് കാണുന്നില്ല. കയറില്ലാത്തോണ്ടല്ല, ഒരുപാട് എട്ടുകാലി വലകൾ വന്നിട്ടുണ്ട്. എട്ടുകാലികൾ ധാരാളം വല കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ കയറ് അയാൾക്ക് കാണാൻ കഴിയണില്ല. അഥവാ വ്യാജ ഷെയ്ഖന്മാര് കുറെ ഉണ്ട്, ഒറിജിനൽ ഷെയ്ഖിനെ കാണാൻ കഴിഞ്ഞില്ല. അതാ ഈ പറയുന്നത്. അപ്പോ ഇയാള് ഈ എട്ടുകാലി വലയൊക്കെ ഇത് കയറാണെന്ന് കരുതി അയിമ പിടിച്ച് തൂങ്ങിയാൽ എന്ത് സംഭവിക്കും? ആള് മെഡിക്കൽ കോളേജിൽ നിന്നും മടക്കും. ഈ അവസ്ഥ വരും. ഷെയ്ഖ് വേണം എന്ന് കരുതിയിട്ട് ഷെയ്ഖാണ് പറയണോന്റെ പിന്നാലെ ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഷെയ്ഖിനെ ഇത് ഷെയ്ഖ് മുറബിയായ ഷെയ്ഖാണ് എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഉലമാ, അവഗാഹം നേടിയ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ത്വരീഖത്തിന്റെ മശായിഖന്മാരെ പോയി പിടിക്കുക, അല്ലാത്തവരെ വർജിക്കുക, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യാണ്. അമീർ ഇങ്ങനൂർ സാഹിബ് മൈക്കിൽ വന്നോളൂ. നൂർ ഫൈസി ഉസ്താദ് ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നോളൂ.
ഉസ്താദിന്റെ PM മറുപടി പറയുന്ന സമയമാണ്. എനിക്ക് പോകേണ്ട ടൈമായി. പിന്നെ ഇവിടെ ജിദ്ദയില് ളുഹർ ബാങ്ക് കൊടുത്തു. ഇൻഷാ അല്ലാ. അപ്പൊ ഈ ത്വരീഖത്തിന്റെ ഷേഖിന്റെയും കാര്യം നമുക്ക് അത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇതന്നെയാണ് അതിൽ ത്വരീഖത്തിന്റെ മശായിഖന്മാർ ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ അവനെ കുറിച്ച് പഠിച്ച അവനെ കുറിച്ച് അറിയുന്ന പിന്നെ നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന ഉലമാന്റെ വീക്ഷണമാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഇല്ലെങ്കിൽ പോയി കുണ്ടിൽ വീഴും. കുണ്ടിൽ വീണിന്റെ ശേഷം കയറാൻ കഴിയില്ല. വ്യാജന്മാര് ധാരാളം വാഴുന്ന കാലാണ്. ഡോക്ടർമാർക്ക് വരെ പിന്നെ വ്യാജ ഡോക്ടർമാരുണ്ടായിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു മാസത്തിൽ 300 ചില്ലാനം ഡോക്ടർമാരാണ് കേരളത്തിൽ നിന്ന് പിടികൂടിയത്, വ്യാജ ഡോക്ടർമാരെ. അപ്പൊ ഒറിജിനൽ ഉണ്ടാകുമ്പോൾ വ്യാജന്മാർ ധാരാളം ഉണ്ടാവും. മാത്രല്ല സാക്ഷാൽ ദുനിയാവിൽ ഒന്നും പകരം വെക്കാത്ത ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാത്ത സാധനമാണ് ഉമ്മയും വാപ്പയും. ഉമ്മാനും വാപ്പാനും വരെ ഡ്യൂപ്ലിക്കേറ്റ് വാടകയ്ക്ക് കൊണ്ടുപോണ കാലാണത്. അപ്പൊ ഇത്തരം കാലത്ത് ഇതിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ ഒരാൾ തെർബിയത്തിന് വാദിക്കുമ്പോൾ അയാൾ മുറബിയാണ്, അയാൾ ഷെയ്ഖാണ് എന്ന് പണ്ഡിതന്മാർ അംഗീകരിച്ചാൽ അവരെ പോയി ബൈഅത്ത് ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ പണ്ഡിതന്മാർ അത് ശരിയല്ല, അതിൽ ശരിയുടെ അംശമില്ല, അത് തള്ളണം എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്മാരുടെ വാക്ക് കേട്ട് അതിനോട് അടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ല മാർഗം. അതാണ് ഏറ്റവും നല്ല സുരക്ഷ. അതൊക്കെ അബദ്ധമായ ധാരണയാണ്. പരമാവധി തന്റെ ജീവിതത്തിൽ ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു നവാഹി, ഈ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക. ഇതല്ലേ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം. പണ്ഡിതന്മാര് സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു തന്നെ എല്ലാവർക്കും ഷേഖനെ കിട്ടും എന്ന് കരുതിയിട്ടല്ല. കിട്ടാത്തവരുണ്ടാവും, കിട്ടാത്ത കാലുണ്ടാവാം, കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാം. വ്യാജന്മാര് വാഴുമ്പോ ഒറിജിനലിനെ തിരിച്ചറിയാൻ കഴിയാതെ വരാം. അങ്ങനെയുള്ള സമയത്തൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഈ സ്വലാത്ത് തന്നെ നമ്മുടെ ഒരു മുറബിയുടെ സ്ഥാനം വഹിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ സ്വലാത്തിന് ഒഴിവാക്കപ്പെടുകയും ഈ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ തന്നെ തർബിയത്ത് ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു ഷെയ്ഖിനെ ഇയാൾക്ക് എത്തിച്ചു തരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله أجمعين أما بعد عباد الله وصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദിന്റെ അതുക്കിയ ദർസിലായിരുന്നു കുറേ സമയം നാം. അതിനുശേഷം പല ആളുകളും ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ വളരെ തൃപ്തികരമായ മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നൽകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വാലിഹായ അമലായ അദ്ദേഹത്തിന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചോദ്യം ചോദിച്ചവരും കേട്ട കബൂൽ ചെയ്യട്ടെ. മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്ത് കൂടുതൽ ഭാരം നൽകുന്ന അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ദുആ ചെയ്യാം. 151 ആളുകൾ അത്രേ പറ്റുള്ളൂ. റഹ്മാൻ പൈസ കണ്ടില്ലേ? 151 ഐഡിയ ഒരു റൂമിൽ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ റൂം കൂടി തുറന്നിട്ടുണ്ട്. ഇതിൽ ആളുകൾ 151 പിന്നെ അതിൽ പിന്നെ ആളുകൾ കയറാൻ പറ്റും. 152 അതെ പിന്നീട് കയറാൻ പറ്റൂല. അപ്പൊ അവർക്ക് കയറാൻ വേണ്ടി നമ്മുടെ മറ്റും തുറന്നിട്ടുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന മറ്റേ റൂമും ഇവിടെയുള്ള അതേ പരിപാടി അവിടെയും കേൾക്കും. അത് നമ്മുടെ ജാഫർ ഒരു കുട്ടിയാണ്, ജാഫർ കെഎം ഒരു കുട്ടിയാണ്. അൽഹംദുലില്ലാഹ് ജാഫർ നല്ല സജീവമായി പ്രവർത്തിക്കുന്നു. ജാഫർ അത് ഇവിടെയുള്ള പരിപാടി അവിടുന്ന് കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ റൂം ഇപ്പൊ അതിൽ കുറച്ച് ആളുകളെ ഉള്ളു തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുകൾ ഭാഗത്തേക്ക് വന്നാൽ ആളുകൾക്ക് കാണണം. അതുകൊണ്ട് ആ റൂം കുറച്ച് മുകളിലേക്ക് വരാൻ കുറച്ചും കൂടി ഐഡിയ അതിലേക്ക് വേണം. അതുകൊണ്ട് കളർ ഐഡികൾ ഇതിലുള്ള ആളുകൾ അതിൽ അവരുടെ റൂം കുറച്ച് ആളുകൾ അതിൽ വരുന്നവരെയൊക്കെ ഒന്ന് പാർക്ക് ചെയ്താൽ ആ റൂം മുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് അറിയിക്കുകയാണ്. ഞാൻ ഒക്കെ അതിലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ മൈക്ക് എടുത്ത കാരണമാണ് ഇപ്പൊ അതിൽ നിന്ന് പോകുന്നത്. കാരണം മൈക്ക് എടുക്കുമ്പോ ഈ PM വരുമ്പോ ചില റൂം ഈ കൊണ്ടാണ് അങ്ങനെ ചെയ്തത്.
ഏതായാലും ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും ഉസ്താദെ, തഹജ്ജുദ് നിസ്കാരം ഒന്ന് വിവരിക്കാമോ? തഹജ്ജുദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് തഹജ്ജുദ് നിസ്കാരം. ഇതുപോലെ ളുഹ, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ജമാഅത്ത് സുന്നത്തില്ലല്ലോ. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇപ്പൊ തറാവീഹ്, വിത്റിലെ പകുതി, റമദാൻ പകുതി ആയാലുള്ള വിത്ർ, ഇതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഗ്രഹണസ്കാരം, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. അതേസമയത്ത് ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ളുഹ നിസ്കാരം, തഹജ്ജുദ്, ഇതൊക്കെ. ഈ തഹജ്ജുദ് നിസ്കാരം ഒന്ന് വിവരിക്കാമോ ഉസ്താദ് എന്ന. തഹജ്ജുദ് നിസ്കാരം പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള നിബന്ധന ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് അറിഞ്ഞിടുവാൻ പ്രിയത്തിൽ ഇമെയിൽ നോക്കിയൻ കൂട്ടരെ വന്നിടു KIC തന്നിൽ ഏതായാലും ഇപ്പൊ ഇങ്ങനെ DC ആയതാ കുറച്ച് സമയല്ലേ. ആ തഹജ്ജുദ് നിസ്കാരം അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ, കുറച്ച് സമയം ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ജുദുവിലെ നിബന്ധന. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങണം. അപ്പൊ ഇശാ നിസ്കാരം കഴിയണം, അതിന് കഴിഞ്ഞ ശേഷം ഉറങ്ങും വേണം. എന്നിട്ട് സുബഹിന്റെ മുമ്പായിട്ട് ഉണരും വേണം. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്നറിയാം. കട്ടുണ്ടല്ലേ, കട്ടുണ്ട് എന്ന് അറിയണ്ടല്ലോ അല്ലേ. കട്ടുണ്ടെങ്കിൽ ഒരു ഇല്ല. അപ്പൊ ആ ആളുകൾക്കുള്ള ഇതായിരിക്കും അത്. അപ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കാരം. അപ്പൊ അതിന്റെ ശേഷം ഒന്ന് ഉറങ്ങാനുള്ള നിബന്ധനയാണ്. ഉറങ്ങിയ ശേഷം നിസ്കാരേ തഹജ്ജുദ് നിസ്കാരം ആവുള്ളൂ. അതുപോലെ തന്നെ സുബഹിന്റെ മുമ്പാവുകയും വേണം. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി സുബഹിന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അതിന് പ്രത്യേക റക്അത്തിനാണോന്നില്ല, എത്ര നിസ്കരിക്കാം. ഈ രണ്ട് റക്അത്ത് 4, 6, 8, 10 എത്ര വേണിച്ച നിസ്കരിക്കാം. അതാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പോ അതാണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പോൾ അല്ലാഹു തആല ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന്, ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന്റെ വിധി. ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്നുള്ളതല്ല, ഹിന്ദുക്കൾ കാഫിര്യങ്ങളുടെ അടുത്തിൽ ഭക്ഷണം കഴിക്കൽ കറാഹത്താണ്. അതാണ് വിഷയം. ഹിന്ദുക്കളുടെ വീട്ടിന്റെ വിഷയമല്ലുള്ളത്, കുഫാറുകളുടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാറാകുന്നു. അതാണ്. അപ്പൊ അതാണ് എന്റെ വിധി. പിന്നെ വഖത്തുൽ ളുഹ, ലുഹാൻസ്കാരത്തിനെ കുറിച്ചൊന്ന് വിവരിക്കുക. ലുഹാൻസ്കാരത്തിന്റെ വഖത്ത് വിവരിക്കാനാണ് ഉള്ളത്. ലുഹാൻസ്കാരം ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണ്. പിന്നെ അധികരിച്ച് 4, 6, 8 നിസ്കരിക്കാം. ഏത് ലുഹ 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ അല്ലെങ്കിൽ 6, 8. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണ്, അധികരിച്ചത് 8 റക്അത്താണ്. ഒരു ഏറ്റവും ചുരുങ്ങിയതുമല്ല ഏറ്റവും അധികരിച്ചതും ഇല്ലാത്തൊരു എണ്ണാണ് ഏത് 4 റക്അത്ത് എന്നുള്ളത്. അപ്പൊ 4 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ ഈ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അവൻ ശരീരത്തിന്റെ ഓരോ കെണുപ്പുകളും അതിനൊക്കെ ശുക്റായി കൊണ്ട് നിർവഹിക്കപ്പെടുന്നതാണ് ളുഹ. വളരെ പ്രധാനപ്പെട്ട ആ ളുഹ ഏറ്റവും ചുരുങ്ങിയ 2 സൂര്യൻ ഉദിക്കുന്നതോട് കൂടി അതിന്റെ സമയം കടന്നു, സൂര്യ ഉദിക്കൽ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് ളുഹാന്റെ സമയമായി. എന്നാലും ഏറ്റവും അഫ്ളല് സൂര്യൻ ഉദിച്ച് ഒരു 7 മുഴം, നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ അളന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു 7 മുഴം ഉണ്ടാവുമല്ലോ, 7 മുഴം ഉയരത്തിൽ സൂര്യൻ ആയതിനു ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ളുഹാന്റെ സമയം എപ്പോൾ കടക്കും? സൂര്യൻ ഉദിച്ചാൽ സമയം ഉദിച്ചു കഴിഞ്ഞ് ഒരു 7 മുഴം കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉയർന്നതിന് ശേഷം
നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ളുഹറിന്റെ അല്പം മുമ്പ് വരേക്കും അതിന്റെ സമയമുണ്ട്. ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ ഓതൽ സുന്നത്തുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ വള്ളുഹാ വല്ലൈലി ഓതൽ സുന്നത്തുണ്ട്. മറ്റുള്ള റക്അത്തുകളിൽ ഇഷ്ടമുള്ള സൂറത്തുകൾ ഓതാം. പിന്നെ എന്താണ് ഉസ്താദേ, വർഷങ്ങൾക്ക് മുമ്പ് ഖളാ ആയ ഫർള് നോമ്പ് ഇപ്പോൾ ഖളാ വീട്ടുമ്പോൾ എങ്ങനെയാ ഖളാ വീട്ടേണ്ടത്? ഖളാ ആയ ഒരു നോമ്പിന് പകരം എത്ര വീട്ടണം? ഖളാ ആയ നോമ്പിന് പകരം ഒരു നോമ്പിനെ ഖളാ വീട്ടിയാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് ഖളാ ആയി പോയതാണ്, അത് ഇപ്പോഴാണ് ഖളാ വീട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നോമ്പിന്റെ ഖളാ വർദ്ധിപ്പിക്കൊന്നും വേണ്ട. എത്ര നോമ്പാ ഖളാ ആയത് വെച്ചാൽ അത്ര ഖളാ വീട്ടിയാൽ മതി. മനസ്സിലാക്കുന്നുണ്ടാവല്ലോ അല്ലേ? വർഷങ്ങൾക്ക് മുമ്പാണ് നോമ്പ് ഖളാ ആയത്. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പാണ് ഖളാ ആയത്, ഇപ്പോഴാണ് ഖളാ വീട്ടുന്നത്. എന്നാലും എന്ത് ചെയ്ത് 10 കൊല്ലം മുമ്പ് 20 നോമ്പാണ് ഖളാ ആയത് നിൽക്കുക. എന്നാൽ ഇപ്പോഴും ആ 20 തന്നെ ഖളാ വീട്ടിയാൽ മതി. അപ്പൊ കൂടുതൽ നോമ്പിന്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതില്ല. പക്ഷെ അതേ സമയത്ത് ഒരു നോമ്പ് ഖളാ ആയാൽ പ്രത്യേക ഉഴ്റില്ലെങ്കിൽ അടുത്ത റംളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടണം. ഇപ്പൊ ഈ റംളാനില് നോമ്പ് ഖളാ ആയി, എന്നാൽ അത് അടുത്ത റംളാന്റെ മുമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഉഴ്റ് ഇല്ലെങ്കിൽ ഈ നോമ്പ് ഖളാക്കാൻ എന്തൊരു ഉഴ്റാണ്, ആ ഉഴ്റ് അടുത്ത റംളാൻ വരെ കൊണ്ടു നിൽക്കുന്നാലോ എന്നാ പിന്നെ അടുത്ത റംളാൻ മുമ്പായിട്ട് ഖളാ വീട്ടൽ നിർബന്ധമില്ല. അപ്പൊ പ്രത്യേകമായ വിടുതിയൊന്നും ഇല്ല എങ്കിൽ, പ്രത്യേകമായ ഉഴ്റ് ഇല്ല എങ്കിൽ അടുത്ത റംളാന്റെ മുമ്പായിട്ട് ഖളാ നിർബന്ധം. അടുത്ത ഖളാ ഇല്ലെങ്കിൽ എന്നാ പിന്നെ ആ നോമ്പ് ഖളാ വീട്ടും വേണം. ഓരോ നോമ്പിനും ഓരോ. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അതാണ് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒക്കെ അതേ വിധിയം തന്നെയാണ്. ഏത് കുഫാറുകളുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നല്ലേ പാത്രം, അതാണ് വിഷയം. വീട്ടിലെ ഭക്ഷണം കഴിക്കലല്ല വിഷയം. കുഫാറുകളുടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കൽ കറാഹത്താണ്. അതേ വിധി തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഉള്ളത്. പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പോ നമ്മള് അതിന്റെ ഇടയിൽ കൂടെ അതേ പറഞ്ഞു. അതെ, നോമ്പ്. അപ്പൊ നോമ്പ് എത്ര വർഷം മുമ്പ് ഖളാ ആയതായാലും ശരി, നോമ്പ് എത്രയാണോ ഖളാ ആയത് എങ്കിൽ അത്രമാത്രം ഖളാ വീട്ടിയാൽ മതി. സമയം ഈ മുമ്പ് ഇല്ലെങ്കിൽ അടുത്ത റംളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അടുത്ത റംളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടിട്ടില്ല എങ്കിലോ, എന്നാൽ ഓരോ നോമ്പും ഖളാ വീട്ടും വേണം. അതിന് പുറമെ ഒരു നോമ്പിന് ഒരു മുദ്ദ് ഭക്ഷണധാന്യം, അരിയ ഗോതമ്പ് എന്താ വെച്ചാൽ അത് എന്ത് ചെയ്യണം? ഫഖീർ മിസ്കീൻ അത് മുറിക്കേണ്ടി. ഇത്രാകുമ്പോഴേക്കും അവന് ഉഴ്റില്ല എങ്കിലാണ്. നോമ്പ് ഖളാ വീട്ടാനുള്ള ഉഴ്റോ, നോമ്പ് നോക്കാനുള്ള ഉഴ്റോ, ഖളാ വീട്ടാതിരിക്കാനുള്ള ഉഴ്റൊന്നുമില്ല. അങ്ങനെ വീട്ടാതിരുന്നാലാണ് മുദ്ദ് കൊടുക്കേണ്ടി വരിക. അതേ സമയത്ത് അടുത്ത റംളാൻ വരേക്കും അവൻ എന്തുണ്ടായിട്ടുണ്ട്? ഉഴ്റുണ്ട്. എന്നാലോ ഉദാഹരണം പറയാം, അടുത്ത റംളാൻ വരെ രോഗമായതിന്റെ പേരിലാണ് അവൻ നോമ്പ് ഖളാ ആക്കിയത്. റംളാൻ വരേക്കും അവന് ഈ രോഗമുണ്ട്. പിന്നെ അടുത്ത റംളാൻ വരേക്കും റംളാന്റെ ഇടയിൽ നമുക്ക് നോമ്പ് ഖളാ വീട്ടാൻ പറ്റുമല്ലോ. അങ്ങനെ ഉഴ്റ് ഉള്ളതിന്റെ പേരിലാണ് അടുത്ത റംളാൻ വരേക്കും അവൻ ഖളാ വീട്ടാതിരുന്നെങ്കിലോ, എന്നാൽ പിന്നെ അതിന് മുദ്ദ് കൊടുക്കും വേണ്ട, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഉഴ്റ് ഇല്ലാതെ പിന്തിച്ചാലാണ് പിന്നെ ഖളാ വീട്ടുന്നതിന് പുറമെ മുദ്ദും കൊടുക്കണം എന്ന് പറയുന്നത്. മുദ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തൂക്കി കണക്കാക്കുകയാണെങ്കിലോ 650 ഗ്രാം അരി ഉണ്ടാകുക. അളക്കുകയാണെങ്കിൽ 800 മില്ലി ലിറ്റർ 800 മില്ലി ലിറ്റർ അളന്ന് കണക്കാക്കുകയാണെങ്കിൽ 800 മില്ലി ലിറ്റർ അരിയോ ഗോതമ്പോ ഫഖീർ മിസ്കിന്മാർക്ക് കൊടുക്കുക ഒരു നോമ്പിന്. നോമ്പ് ഖളാ വീട്ടും വേണം കേട്ടോ. നോമ്പ് ഖളാ വീട്ടും വേണം. അടുത്ത റംളാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാത്തതിന്റെ പേരിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം. ഇനി അത് ഇങ്ങനെ കുറെ കൊല്ലം മറിഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ ഇടയിലൊന്നും ഖളാ വീട്ടില്ല. എന്നാൽ കൊല്ലം മറിയുന്നതനുസരിച്ച് മുദ്ദിന്റെ എണ്ണവും എന്നാണ് മുഅ്തമദായ അഭിപ്രായമെങ്കിലും അത് വർദ്ധിക്കുകയില്ല എന്ന് വേറൊരു അഭിപ്രായമുണ്ട്. വളരെ മോശമല്ലാത്തൊരു അഭിപ്രായമുണ്ട്. മുഅ്തമദല്ലെങ്കിലും ശരി, വളരെ വളരെ വഴീഫൊന്നല്ലാത്തൊരു അഭിപ്രായം അങ്ങനെയുമുണ്ട്. കഴിഞ്ഞ റംളാന്റെ നോമ്പേ, കഴിഞ്ഞ റംളാനിൽ നോമ്പ് ഖളാ ആയി,
എന്നാൽ ഈ അടുത്ത റംസാന്റെ മുമ്പായിട്ട് അത് ഖളാ വീട്ടണം. പക്ഷെ അവൻ വീട്ടിയില്ല, അവൻ ഉസ്റൊന്നും ഇല്ലാത്തതിന് എന്ത് ചെയ്തില്ല, അവൻ വീട്ടിയില്ല. അങ്ങനെ ഈ അടുത്ത റംസാന്റെ മുമ്പ് ശേഷമാണ് ഖളാ വീട്ടുന്നത്. എന്നാൽ എന്ത് ചെയ്യണം, നോമ്പ് ഖളാ വീട്ടും വേണം. പിന്നെ ഒരു നോമ്പിന് ഒരു മുദ്ദ് 800 മില്ലി അരി അല്ലെങ്കിൽ ഗോതമ്പ് ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കും വേണം. എന്നാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞ ശേഷം ഖളാലോ ഒരു വീടും തന്നെ 5 മുദ്ദ് കൊടുക്കണം എന്നാണ് മുഅ്തമദായ അഭിപ്രായം. അപ്പോൾ കൊല്ലം മറിയുമ്പോൾ അതനുസരിച്ച് മുദ്ദിന്റെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് മുഅ്തമദായ അഭിപ്രായമെങ്കിലും ഷാഫി മദ്ഹബിൽ തന്നെ മുഅ്തമദ് അല്ലാത്തൊരു അഭിപ്രായമുണ്ട്. എന്ത്, എത്ര വർഷം കഴിഞ്ഞാലും ഒരു നോമ്പിന് ഒരു മുദ്ദ് തന്നെ കൊടുത്താൽ മതി, കൊല്ലം വർദ്ധിക്കുന്നതനുസരിച്ച് മുദ്ദിന്റെ എണ്ണം വർദ്ധിക്കുകയില്ല എന്ന് അഭിപ്രായമുണ്ട്. പിന്നെ PM കൂടി കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്, ഉസ്താദെ എന്നൊക്കെ പറഞ്ഞാൽ ഈ PM അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ ഉസ്താദെ PM ഒന്നാമത് വായിക്കുകയാണേ. ഉസ്താദെ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണം, മാല, വള കേടുവന്നു ഉപയോഗിക്കാതെ എടുത്ത് വർഷം ആയാൽ സക്കാത്ത് കൊടുക്കണോ? ഉണ്ടെങ്കിൽ ഒരു പവൻ എത്രയാണ്? ഒരു പവൻ എത്രയാണ്? ഏതായാലും ശരി, ആഭരണം കേടുവന്നിരിക്കുന്നു. ആഭരണം കേട് വന്ന ആഭരണം എന്ത് ചെയ്യാണ്, അത് സൂക്ഷിപ്പ് മുതലായിട്ട് എടുത്തുവെച്ച് നിൽക്കുക. എന്നാലാണ് ഇപ്പൊ സക്കാത്ത് നിർബന്ധം ഉണ്ടാവുക. ധരിച്ചിരുന്ന ആഭരണമാണ്, അത് കേടുവന്നു, അങ്ങനെ അത് ഒരു സൂക്ഷിപ്പ് മുതൽ എന്ന രീതിയിൽ അത് എടുത്തു വെച്ചു. അതല്ല പിന്നെന്താ, എടുത്തു വെച്ചെന്ന് തൽക്കാലം ആഭരണം കേട് അപ്പം നന്നാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ നന്നാക്കാൻ ഇപ്പോഴും നന്നാക്കിയത്തുണ്ട്. അത് നന്നാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, അത് ധരിക്കണം എന്നാണ് നീയത്താറുള്ളത്. എന്നാലും അതിന് സക്കാത്ത് കൊടുക്കണ്ട. പിന്നെയോ ഇത് ഒരു സൂക്ഷിപ്പ് മുതലായിട്ട് ഏതായാലും കേടുന്നില്ല, ഇനിയിപ്പോൾ അത് ഞാൻ ആഭരണമാക്കണില്ല, അതൊരു മുതലായിട്ട് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ സൂക്ഷിപ്പ് മുതലായിട്ട് അതവിടെ എടുത്തു വെച്ചു. എന്നാൽ അങ്ങനെ എടുത്തു വെക്കുന്ന ആ സൂക്ഷിപ്പ് മുതലായി എടുത്തു വെക്കുന്നത് 85 ഗ്രാം ഉണ്ട് എങ്കിൽ ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതാണ് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ആഭരണം കേടുകൊണ്ട് എടുത്തു വെക്കുമ്പോൾ സക്കാത്ത് കൊടുക്കൊന്നും വേണ്ട. ആഭരണം കേടുവന്നു, അത് എടുത്തു വെക്കുന്നത് ഒരു സൂക്ഷിപ്പ് മുതൽ എന്ന നിലക്കാണ് എടുത്തു വെക്കുന്നത്. അതായത് ഏതായാലും കേടുവന്ന് ഇനിയിപ്പോൾ എന്താക്കണ്ട, നന്നാക്കണ്ട, ഒരു മുതലല്ലേ, അതവിടെ പാത്തിരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചൊരു സൂക്ഷിപ്പ് മുതലായി എടുത്തു വെക്കുകയാണ്. എന്നാലും സക്കാത്ത് കൊടുക്കണ വേണ്ട. പക്ഷെ ആ എടുത്തു വെക്കുന്നത് 85 ഗ്രാം ഉണ്ട് എങ്കിൽ ആണ് സൂക്ഷിച്ച് എടുത്തു ആ ആഭരണം 85 ഗ്രാം ഉണ്ട് എങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു വർഷം പൂർത്തിയായാൽ 2% സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ 85 ഗ്രാം ഉണ്ടെങ്കിൽ ആ 85ന്റെ 2%, ഇനി 100 ഗ്രാം ഉണ്ടെങ്കിൽ ആ 100ന്റെ 2%, അപ്പൊ 2.5 പവൻ അല്ല 2.5 ഗ്രാം, 100 ഗ്രാം ഉണ്ട് നിൽക്കുക. അങ്ങനെ എടുത്തുവെച്ച് എന്നാലും ഒരു വർഷം